കൂത്തുപറമ്പ് CH സെന്ററിന് കീഴിൽ കിണവക്കൽ കയനാടത്ത് ആരംഭിക്കാനിരിക്കുന്ന ഡയാലിസിസ് സെന്ററിനെതിരെ ഒരു വിഭാഗം വ്യാജ പ്രചരണം നടത്തുകയാണെന്ന് ഭാരവാഹികൾ ആരോപിച്ചു. എല്ലാ അനുമതികളും ലഭ്യമായ ശേഷമാണ് ഡയാലിസിസ് സെന്റർ നിർമ്മാണം ആരംഭിച്ചതെന്നും പ്രദേശവാസികളുടെ ആശങ്ക പരിഹരിച്ച് പദ്ധതിയുമായി മുന്നോട്ട് പോകുമെന്നും ഭാരവാഹികൾ കൂത്തുപറമ്പിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മലിനീകരണ നിയന്ത്രണ ബോർഡ്, കോട്ടയം പഞ്ചായത്ത്, ഫയർഫോഴ്സ് എന്നിവയുടെ അനുമതി ലഭിച്ച ശേഷമാണ് ഡയാലിസിസ് സെന്ററിന്റെ നിർമ്മാണം ആരംഭിച്ചത്. മലിന ജലശുദ്ധീകരണ പ്ലാന്റ് ഉൾപ്പെടെ സ്ഥാപിക്കും. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ കർശന മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചാണ് നിർമ്മാണം നടത്തുന്നത്. പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ശിലാസ്ഥാപനം നിർവഹിക്കുകയും അതിനുശേഷം നമ്മൾ കൃത്യമായ പൊല്യൂഷൻ ഈ കൺട്രോൾ ബോർഡിൽ നിന്ന് ഉൾപ്പെടെയുള്ള പെർമിഷൻ ലഭ്യമാക്കുന്നതിന് വേണ്ടി ഏകദേശം 2 വർഷത്തോളം നമ്മൾ കാത്തിരുന്ന് എല്ലാ കടമ്പകളും കടന്ന് 2024 ജൂൺ മാസത്തിലാണ് ഞങ്ങൾക്ക് ഏകദേശം 1 ലക്ഷം രൂപ ഫീസ് അടച്ച് ഈ മലിനീകരണ നിയന്ത്രണ ബോർഡിൽ നിന്ന് നമുക്ക് പെർമിഷൻ ലഭ്യമായിട്ടുള്ളത്. അതുപോലെ തന്നെ പഞ്ചായത്തിൽ പ്ലാൻ സമർപ്പിച്ചു, ഫയർ ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പെർമിഷൻ വാങ്ങിച്ചു. അങ്ങനെയൊക്കെ നമ്മൾ വളരെ വ്യക്തമായ പ്ലാനും എല്ലാ രേഖകളും എല്ലാ ഈ അധികാരികളിൽ നിന്നും ഉത്തരവൊക്കെ വാങ്ങിയതിനു ശേഷമാണ് നമ്മൾ ഇതിന്റെ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തു. അവിടെ കോട്ടയം പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സാന്നിധ്യത്തിൽ, അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക സംഘടനയിലെ നേതാക്കന്മാരുടെ സാന്നിധ്യത്തിൽ 2024 ജൂലൈ 9-ാം തീയതി തണൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ചെയർമാൻ ഡോക്ടർ വി ഇദ്രീസ് ആണ് ഈ കെട്ടിടത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. താഴത്തെ ഒരു നില പൂർത്തീകരിച്ച ശേഷം 2ാം നിലയിലേക്ക് എത്തുമ്പോഴാണ് ചില തൽപര കക്ഷികൾ വളരെ ഒരു മനുഷ്യ മനസ്സിന് പോലും ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിൽ കിണറിനകത്ത് രക്തം വരുമെന്നൊക്കെ വ്യാജ പ്രചരണം നടത്തി ഈ സംവിധാനത്തെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. ഇത് കൃത്യമായി പൊതുജന സമൂഹത്തെ ബോധ്യപ്പെടുത്തണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. എന്നാൽ ചിലർ പ്രദേശവാസികളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും പ്രദേശവാസികളുടെ ആശങ്ക പരിഹരിച്ച് പദ്ധതിയുമായി മുന്നോട്ട് പോകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഈ പാവപ്പെട്ട തൊട്ട് വീട്ടുകാരുടെയൊക്കെ ആശങ്ക, അവർക്ക് ആശങ്ക ഉണ്ടെങ്കിൽ അവരെ ഒരിക്കലും ഞങ്ങൾ കുറ്റം പറയില്ല. പരിഹരിച്ചിട്ടേ ഞങ്ങൾ മുന്നോട്ട് പോകുക എന്നുള്ളതിനാണ്. കാരണം അവർ ഞങ്ങളുടെ ശത്രുക്കളോ ഇനി ഞങ്ങൾ എന്താ പറയുക, ആ വീട്ടിലെ അമ്മമാരും സഹോദരന്മാരൊക്കെ ഞങ്ങളുടെ വേണ്ടപ്പെട്ടവർ തന്നെയാണ്. ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് ഞാനൊക്കെ ഈ കോട്ടയം അങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്തിനോട് വൈകാരികമായും തറവാടുപരമായും മാനസികമായും ബന്ധമുള്ള ആൾക്കാരാണ്. അവരുടെ ആശങ്ക നികത്താൻ തീർച്ചയായും ഞങ്ങൾ ബാധ്യസ്ഥരാണ്. ഞങ്ങൾ ആ ഉത്തരവാദിത്വം നിറവേറ്റും. ഒരുപാട് രോഗികൾക്ക് വേണ്ടി ഞങ്ങൾക്ക് യാതൊരു പരിചയമോ അറിവോ ഇല്ലാത്ത, ഏത് മതത്തിൽപ്പെട്ടവർ, ഏത് രാഷ്ട്രീയത്തിൽപ്പെട്ടവരാണെന്ന്, ഏത് ജാതിയിൽപ്പെട്ടെന്ന് അറിയാത്ത ഏതോ രോഗികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രയാസപ്പെടുമ്പോൾ തന്നെ നമ്മളുടെ സ്വന്തം ആൾക്കാർക്ക് പ്രയാസം ഉണ്ടാക്കാനുള്ള രീതിയിലേക്ക് ഞങ്ങൾ നീങ്ങില്ല. 3 നിലകളോടുകൂടിയ കെട്ടിടമാണ് നിർമ്മിക്കുന്നത്. 10 മെഷീനുകളും സജ്ജമാക്കും. ഒരേ സമയം 10 രോഗികൾക്ക് ഡയാലിസിസ് ചെയ്യാനുള്ള സൗകര്യവും ഉണ്ടാകും. ഡയാലിസിസ് സെന്ററിന് പുറമെ കിടപ്പ് രോഗികളുടെ പരിചരണ കേന്ദ്രം, ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ സ്കൂൾ, ഫിസിയോതെറാപ്പി സെന്റർ, റീഹാബിലിറ്റേഷൻ സെന്റർ തുടങ്ങിയവയും ഈ സ്ഥലത്ത് സ്ഥാപിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. PR അൻവർ ഹാജി, UV മൂസ ഹാജി, റഹീം ബാണത്തുംകണ്ടി, TP ഇബ്രാഹിം, PK നിസാർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്.